Hi guys, welcome back to our YouTube channel Hustling Honeys. So ഇന്ന് നമ്മള് ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ പെർഫ്യൂം കളക്ഷൻ കാണിക്കുക എന്നുള്ളതാണ്. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉള്ളത് ചേച്ചിക്കാണ്. അതെന്താന്ന് എനിക്കറിയില്ല, മേ ബി ഏജ് കൂടുതലായതുകൊണ്ടായിരിക്കും, ഇത്രയും വർഷം കൂടുതലുള്ളത് കൊണ്ട് ഇത്രയും പെർഫ്യൂംസ് കയ്യിലുള്ളതുകൊണ്ടായിരിക്കും. ബട്ട് കമ്പാരിറ്റീവ്ലി ഞങ്ങളെല്ലാവരും സ്മെൽ ചെയ്യാൻ നല്ലതാണ്. ബട്ട് സ്റ്റിൽ എന്നാലും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ചേച്ചിയാണ് കുറച്ചും കൂടെ എവിടെ പോകാൻ ഇറങ്ങിയാൽ പോലും നല്ലോണം ഒരുങ്ങി പെർഫ്യൂം ഒക്കെ അടിച്ച് ഭയങ്കര വെൽ സെറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ വട്ടം ഇറങ്ങുമ്പോഴും നമ്മൾ ചോദിക്കുക എന്ത് പെർഫ്യൂം അടിച്ചേക്കണേ, ഏത് പെർഫ്യൂം എന്ന് വെച്ചാൽ ചേച്ചി ഒരിക്കലും പോയി വാങ്ങുന്നൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും പുതിയ മണം. അപ്പം ഞാൻ ഇന്ന് ഓർത്തു ഇതൊരു വീഡിയോ ആക്കാം. എത്ര പെർഫ്യൂം ഉണ്ട്, എന്തൊക്കെ ആണ് പെർഫ്യൂം ഒന്നും എനിക്കും അറിയില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ചേച്ചി എടുത്ത് ചോദിച്ചു തന്നെ കണ്ടു നോക്കാം. അയ്യോ, ഇത്രയും പെർഫ്യൂം ആണ് അപ്പം ചേച്ചി എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഇത്ര ഉള്ളത് ഇനിയുണ്ടോ? ഇല്ല, എന്റെ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഇത്രയും പെർഫ്യൂമേ ഉള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം. ബട്ട് എന്നാ ഇതില് ഫസ്റ്റ് ആയിട്ട് ചേച്ചി വാങ്ങിച്ച പെർഫ്യൂം ഈ കൂട്ടത്തില് ഫസ്റ്റ് വാങ്ങിയത് ഇതാണ്, നാർസിക്കോ റോഡ്രിഗസ് ഫോർ ഹെർ എന്ന് പറയുന്നത്. ഇത് എനിക്കൊന്ന് ആ ഒരു 2019 ആ ടൈം തൊട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ആ സമയത്ത് തൊട്ട് ഹിറ്റായ ഒരു പെർഫ്യൂം ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു യുണീക്ക് സ്മെല്ലാണ്. ഇതിനൊരു മസ്കി പൗഡറി സ്മെല്ലാണ്. അതിന്റെ നോട്ട്സ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്മെല്ല്. എനിക്കറിയില്ല ഇതിന്റെ നോട്ട്സ്. നമുക്ക് സൈഡിൽ കൊടുത്തേക്ക് ഏതാ നോട്ട്സ് എന്ന്. അടിപൊളി ഒരു പെർഫ്യൂം ആണ്. കുറച്ച് ഇത് മിക്കതും അങ്ങനെയാണ്. ബട്ട് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് എ വെരി ഫേമസ് ബ്രാൻഡ്, ക്വൈറ്റ് എക്സ്പെൻസീവ് വൺ. അന്നത്തെ ഇത് ഉപയോഗിച്ച് ഇതൊക്കെ തറയെ വീണന്റെ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നാണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പെർഫ്യൂം ഐ ഹാവ്. നല്ലൊരു സ്മെല്ലാണ്. അപ്പം അടുത്ത പെർഫ്യൂം ഇഷ്ടമുള്ളത് ചൂസ്. പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക്. ഡോൾസ് ആൻഡ് ഇതിന്റെ അടുപ്പൊക്കെ പോയി ഇത് യൂസ് ചെയ്തേക്കുന്ന കണ്ടാൽ തന്നെ അറിയാം ഇത്രയും വരെ. ഡോൾസ് ആൻഡ് കബാമയുടെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇതും ക്വൈറ്റ് എനിക്ക് തോന്നുന്നു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂം ആണിത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഭയങ്കര സിട്രസി സ്മെല്ലാണ്. എനിക്ക് സിട്രസ് സ്മെൽസ് ഭയങ്കര ഇഷ്ടമാണ്. വാനില കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് സിട്രസ് ആണ്. ഇത് കൈൻഡ് ഓഫ് സിട്രസ് ആണ്. ബെർഗമോൺ, നെറോളി, ഗ്രേപ്പ് ഫ്രൂട്ട് അതൊക്കെ ചേർന്ന ഒരു നോട്ട്സ് ആണ് അതെല്ലാം. ഇത് ഭയങ്കര ഫ്രഷ്, നമുക്ക് ശരിക്കും ഫ്രഷ് ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ആണ് അതിന്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ലെമണിന്റെ ഒക്കെ ലെമണിന്റെ ഭയങ്കര നല്ലൊരു ഒരുപാട് ഭയങ്കര റിഫ്രഷിംഗ് സ്മെല്ല് കേട്ടോ. അതാണ് അത്. ഇതും നോർമൽ അഫോർഡബിൾ പ്രൈസിലുള്ളതാണ്. ഇത് ഡോൾസ് ആൻഡ് ഗബാമ ബ്രാൻഡ് ആണ്. 150 200 അടുപ്പിച്ചിട്ട് ആ ഒരു റേഞ്ചിൽ വരും. ഇനി അടുത്തത് ഞാൻ ഈ കുപ്പി എടുക്കാം. ഇത് എനിക്ക് കാണാൻ കുറച്ച് തന്തമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഈ കുപ്പി എടുക്കാം. ഇത് ലത്താഫ എന്ന് പറഞ്ഞ ഒരു അറേബ്യൻ ബ്രാൻഡ് തന്നെയാണ്. ഫക്കാർ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ആണ് ഇത്. ലത്താഫയുടെ വേറെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തതല്ല, അമ്മ എടുത്തതാണ്. അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് അമ്മ. എന്നിട്ട് ഇവിടെ അത് ഇത് ചെയ്ത് പിന്നെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് കൈൻഡ് ഓഫ് അറബിക് സ്മെല്ലാണ്. അറബിക് ബ്രാൻഡ്, അറബിക് ഇതാന്ന് തോന്നുന്നത്. കൂടുതലും അറേബ്യൻ. കാണാൻ നല്ല സെറ്റ് കുപ്പി, കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ. ഇതൊക്കെ കണ്ടെത്താൻ ഇത് ഫക്കാറിന്റെ ഗോൾഡ് ആണ് ശരിക്കും. വേറെയും ഒരു വൈറ്റ് കളറിലുള്ള ഒരു ബോട്ടിലും കൂടെ ഉണ്ട് അതിന്റെ. ഇത് കുറച്ചുകൂടെ കാർഡമം, വുഡി കൈൻഡ് ഓഫ് ഒരു നോട്ട്സ് ആണ്. നോട്ട്സ് സൈഡിൽ കൊടുക്കാൻ എന്താന്നുള്ള. അറബിക് പെർഫ്യൂം. ഇതും കൊള്ളാട്ടോ. എന്ന് വെച്ചാൽ അറബിക് സ്മെൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പെർഫ്യൂം ആണ്. ലാസ്റ്റിംഗ് ആണ്. പിന്നെ അടുത്തത് എന്താണ്, ഏതാണ് എടുക്കുന്നത്? ഇതെന്റെ സ്ഥിരമുള്ള, ഇത് എല്ലാ ദിവസവും ഞാൻ സ്ഥിര ചെയ്യുന്നത്. ഇത് ഒരു ഫോറെവർ 21 ഒരു ഫൈൻ ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ് ശരിക്കും. ഇത് വാനില അംബർ നോട്ട്സ് ആണ്. മെയിൻ നോട്ട്സ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. വാം വാനില, അംബർ ക്രിസ്റ്റൽ, ബ്രൗൺ ഷുഗർ, സാൻഡൽവുഡ്, വിച്ച് ഈസ് ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് നോട്ട്സ് ആണ്. വാനില, അംബർ വുഡും അംബർ ക്രിസ്റ്റലും സാൻഡൽവുഡും ചേരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് നോട്ടാണ് ഇത്.
ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇത് പെർഫ്യൂം അല്ല എന്ന് പെർഫ്യൂം ആണ്, പക്ഷെ ഇത് മിസ്റ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് കൈൻഡ് ഓഫ് കണ്ടോ വാട്ടർ മിസ്റ്റ് പോലെ ആണ്. അപ്പൊ ഇത് ലാസ്റ്റിങ് കേട്ടോ, ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളത്, അതാണ് ഇതിന്റെ ഇത്ര ആയത്. ഇത് കൊണ്ടുവന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നു, ബട്ട് ഇത് ഞാനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ലൊരു, ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന നല്ലൊരു പെർഫ്യൂമാണ്. ചെയ്യാൻ പറ്റുന്ന. ഇത് ആക്ച്വലി ലെയറിങ് ചെയ്യാനും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ലെയറിങ് ചെയ്യാൻ. ഇത് Forever 21. ഞാൻ ഇത് വിന്നേഴ്സിന്ന് വാങ്ങിച്ചു. ഇത് അധികം റേറ്റ് ഒന്നും അല്ല, $9 എന്തോ ഉണ്ടായിരുന്നു. വളരെ ചീപ്പാണ്, ബട്ട് ചീപ്പ് പ്രൈസിന് നല്ലൊരു പെർഫ്യൂം ആണ്. ഇവർക്ക് വേറെയും എനിക്കൊന്ന് ഈ Forever 21 ഇതിന് വേറെയും ഇവർക്ക് കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വാനില പോകുന്നുണ്ട്. ദിസ് ഇസ് കൈൻഡ് ഓഫ് എ വാം വാനില. ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ഐ ജസ്റ്റ് കീപ് ഇറ്റ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് പെർഫ്യൂം. ലത്താഫ എന്ന് ഞാൻ വേറെ ഒരെണ്ണം കൂടെ കാണുന്നു. ഇതേതാണ് പെർഫ്യൂം? ഇത് oh my god, this is so and one of the favorite. This is Latafa Camra Koha. Camra Latafa Camra original എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണം കൊണ്ട് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള, ഇതൊരു കുറച്ച് മൈൽഡ് സ്പൈസി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. കൊഹ എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഒരു സെക്കൻഡറി വേർഷനാണ്. ഇത് ആക്ച്വലി കാമ്ര ഇറക്കിയപ്പോൾ അവർ സിനമൺ ആയിരുന്നു ബേസ് നോട്ട്, അലോങ് വിത്ത് വാനില, സിനമൺ, വുഡി, കൈൻഡ് ഓഫ് സ്പൈസി തന്നെയാണ്. പക്ഷെ ഇതിനകത്തെ നോട്ടിൽ കോഫിയാണ്. ഇഫ് യു ആർ എ കോഫി ലവർ, ദിസ് ഇസ് ലൈക്ക് ദി ബെസ്റ്റ് ഓപ്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കോഫിയുടെ സ്മെല്ല് എനിക്ക് വരുന്നില്ല, പക്ഷെ ഇത് കൈൻഡ് ഓഫ് അറബിക് ആ ഒരു, എനിക്ക് തോന്നുന്നു ഈ ലത്താഫയുടെ കുപ്പിയൊക്കെ കാണാൻ നല്ല രസാട്ടോ. എനിക്ക് തോന്നുന്നു ഇവർ അത് വെച്ചാണോ ബ്രാൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ബട്ട് അല്ല അത് വെച്ചല്ല, ബട്ട് എന്നാലും ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കുപ്പിക്കും കുറച്ച് കൊടുക്കുന്നവരുണ്ടല്ലോ. ഇത് ഭയങ്കര, ഇത് ശരിക്കും ലാസ്റ്റ് ചെയ്യണ്ട. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒരു ചെറിയ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാധാരണ നമ്മള് ഇപ്പൊ സ്പ്രേ ചെയ്യുമ്പം ഞാൻ ശരിക്കും കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ സ്പ്രേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, അവിടെയൊക്കെയാണ് ചെയ്യും. ലത്താഫയാണ് അടിക്കുന്നത്, ഞാൻ അതിലെ 2 പോയിന്റ്സിൽ മാത്രമേ അടിക്കാറുള്ളൂ. ബിക്കോസ് ഇറ്റ് ലാസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. സോ അതാണ് ലത്താഫ. ഈ കുഞ്ഞു പെർഫ്യൂം ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം. ഇത് അടുത്ത വേറൊരു വാലന്റീനോ എന്ന് പറഞ്ഞ് അവരുടെ വാലന്റീനോന്റെ ഒറിജിനൽ. ഇതെനിക്ക് തോന്നുന്നു അതിന്റെ പേര് റോസേ ആണോ. ഇൻസ്റ്റാഗ്രാമില് എന്റെ എപ്പോ ഫീഡ് എടുത്താലും വരുന്ന ഒരു പെർഫ്യൂം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഈ ഇതിനും ഒരു റോസ് ആ ഒരു മിക്സ്ചറാണ്. പക്ഷെ ഭയങ്കര ഫ്രഷ് ഫീൽ ആണ് ഇതിനും. ശരിക്കും അടിപൊളി പെർഫ്യൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള പെർഫ്യൂമാണ്. ഞാൻ അങ്ങനെ അടിക്കാറില്ല, ബിക്കോസ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ വാങ്ങാറില്ല, ചേച്ചിയെ വാങ്ങുന്ന. അപ്പൊ അതിന് അടിക്കാറില്ല. ഇതിങ്ങനെ ഞാൻ സേവ് ചെയ്ത് ഒരു പെർഫ്യൂമാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു 100 ml, ഇത് 50 ml ആണ്. അപ്പൊ ഇതിന്റെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഹാൻഡ് ബാഗിൽ ചിലപ്പോൾ ഇതായിരിക്കും എടുക്കുന്നത്. കാരണം ഒന്ന് ടച്ചപ്പ് ചെയ്യുക, ഫ്രഷ് അപ്പ് ചെയ്യണമെങ്കിൽ 50 ml ഈ ബോട്ടിൽ എപ്പോഴും കമ്പയർഡ് ടു എനിക്ക് ബാക്കി ഫ്രേഗ്രൻസസ് ക്യാരി ചെയ്യുന്നതിലും കുറച്ചുകൂടെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ഇതിലാണ് അതിരിക്കുന്നത്. ഒരു ബ്രാൻഡ് ഞാനിവിടെ കാണുന്നു. പിന്നെ ഇത് YSL ലിബ്ര. ഇതും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഫേമസ് പെർഫ്യൂം ആണ്. ഇത് ഇത് ആക്ച്വലി ഇത് വാങ്ങിച്ചപ്പോ ഈ കളർ അല്ലായിരുന്നു. ഇതിന്റെ കളർ എന്ന് പറയുന്നത് വളരെ ഒരു ലൈറ്റ് യെല്ലോ ആയിരുന്നു. കൈൻഡ് ഓഫ് ഒരു യെല്ലോയിഷ് കളറാണ്. ഇതിങ്ങനെ നമ്മള് വീഞ്ഞൊക്കെ പറയില്ല, ഇരിക്കും തോറും വീര്യം കൂടി അതേ ഒരു ടൈപ്പ് ഓഫ് ആണ് ഇത്. ഇത് ഭയങ്കര എന്താ പറയുന്ന, ഇതിന്റെ നോട്ട്സിനെ ഇങ്ങനെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. യൂഷ്വലി ഇതിന്റെ ആഡിൽ എല്ലാരും പറയുന്നത് ഇഫ് യു പ്രിഫർ ടു ഗോ ഫോർ ഡേറ്റ്സ്, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫ്യൂം ടു വിയർ ബിക്കോസ് ഇറ്റ് അട്രാക്ട്സ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഇത് ആദ്യമായിട്ടോ ഞാൻ ഈ പെർഫ്യൂം കളർ മാറുന്ന പെർഫ്യൂം ഒക്കെ കാണിച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ. ഞാൻ വാങ്ങിച്ചപ്പോ ഈ കളർ അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരിക്കുമ്പം കളർ മാറുന്ന പെർഫ്യൂം. കളർ മാറുന്ന അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ഇരുന്നിരുന്ന് ഇറ്റ് ബിക്കേം ലൈക്ക് എ വെരി ഒരു നമ്മൾ ആൽക്കഹോൾ വിസ്കി കളറൊക്കെ ഇല്ലേ, ആ ഒരു കളർ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പെർഫ്യൂം ഈ ഒരു എനിക്കറിയില്ല ഇത് എന്ത് പെർഫ്യൂം എനിക്കറിയില്ല. ലിബ്ര ഈ പെർഫ്യൂം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ്. ഇതിന്റെ ലിബ്രയുടെ തന്നെ ഇത് എനിക്കൊന്ന് ഇത്
ലിബ്ര റെഗുലർ ലിബ്രയുടെ ഇന്റൻസ് എന്ന് പറഞ്ഞ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഇത്തരം ഞാനും ഒക്കെ പെർഫ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സോറി, ഇത് ലിബ്ര ഇന്റൻസ് ആണ്. ലിബ്രയുടെ റെഗുലർ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനി ഇത് അയ്യോ, ലതാഫ യാറ. എനിക്കറിയില്ല, ഇത് ദിസ് ഈസ് വൺ ഓഫ് ദി എൻ്റെ ഫേവറേറ്റ്. എൻ്റെ ഇപ്പോൾ 2-3 ഫേവറേറ്റ് ഉണ്ട്, പക്ഷേ ഇതെനിക്ക് ഡെയിലി വെയർ ഇതാണ്. കൈൻഡ് ഓഫ് സ്വീറ്റ് ആണ് ഇതിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാനില അംബർ ബോഡി മിസ്റ്റിൻ്റെ പാർഫം വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സെയിം നോട്ട്സ് ആണ്. വാനില അംബർ വുഡ് ആണ് ഇതിൻ്റെ മെയിൻ നോട്ട്സ് തന്നെ. ഞാൻ ഇത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന 2-3 പേരിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഈ ഒരു സെയിം പെർഫ്യൂം. അപ്പൊ ഈ ലത്താഫ യാരെ ഞാൻ കേട്ടിട്ടുണ്ട്, ബട്ട് ഇത് ചേച്ചി കൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത് പുതിയ അറിവ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ട സാധനം ഇപ്പൊ ചേച്ചി പെർഫ്യൂം വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത് ശരിക്കും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് 2-3 വട്ടം ഒരിക്കൽ വിന്നേഴ്സിൽ പോയപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, യു സ്മെൽ സോ ഗുഡ്, വാട്ട് പെർഫ്യൂം ആർ യു യൂസിങ്. അത് ഇത് ചെയ്തപ്പോഴാണ്. ഒരിക്കൽ ഓഫീസിൽ വെച്ചിട്ടും എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്റെ പെർഫ്യൂമിനെ പറ്റി. ഇതാണ് ലതാഫ യാറയായിരുന്നു. ലതാഫ യാറ പെയർഡ് വിത്ത് ദിസ്. ഞാൻ എപ്പോഴും ഇത് രണ്ടും പെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്. എല്ലാവർക്കും ഈ സ്മെല്ല് ഇഷ്ടപ്പെടണം എന്നില്ല, എനിക്കറിയില്ല. അത് കാരണം ചൂസ് ചെയ്യാം. വാനില ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഓബിയസ്ലി ലതാഫ യാറ. ഇതേയും സ്വീറ്റ് ആണ്. ഇഷ്ടപ്പെട്ടത് ഓക്കെ. സോ തീരാറായി കളക്ഷൻ. കുറച്ചും കൂടെ ഉള്ളു. ഇതെടുക്കാം, ഇതെടുക്കാം. ഇനി അടുത്ത ഇത് എനിക്കറിയാം, ഞാൻ ബ്രാൻഡ് എനിക്കറിയാം, ബട്ട് പെർഫ്യൂം കണ്ടിട്ടില്ലായിരുന്നു. ഇത് DKNYയുടെ നെക്ടർ ലവ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ആണ്. ഇതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ്. ഇത് സെയിം നോട്ട്സ് തന്നെയാണ് ഈ ലത്താഫേൻ്റെ തന്നെ. വാനില അംബർ വുഡ് ഒക്കെയാണ് ഇതിൻ്റെയും. മസ്കിയാണ്. പക്ഷെ ഇതിന്റെ അഡീഷണലി എനിക്കൊന്ന് ബീ വാക്സും കൂടെ ഉണ്ട്. അപ്പം അത് കുറച്ചുകൂടെ അത് ആഡഡ് നോട്ടാണ്. ഭയങ്കര ഫ്രഷ് ഫീലാണ്. എനിക്ക് എപ്പോഴും എന്താ പറയുന്നത്, ഭയങ്കര ഫ്രഷ് ലുക്ക്, ഒരു റിഫ്രഷ്ഡ് ഫീൽ എനിക്ക് വേണം എന്ന് തോന്നുമ്പം ഇതും അല്ലെങ്കിൽ ഇതോ ആണ് ഞാൻ എപ്പോഴും. ഡോൾസ് ആൻഡ് ഗബാമയുടെ ആണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ മൊത്തം ഒരു പെർഫ്യൂമിന്റെ മണമാണ്. എല്ലാ പെർഫ്യൂമും അടിച്ചടിച്ച് എനിക്ക് സ്മെല്ല് മനസ്സിലാവണില്ല. ഇനി നമുക്കുള്ളത് ഈ ഗോപുരം പോലെ ഇരിക്കുന്ന പെർഫ്യൂം. ഇത് ഇസേമിയാക്കിന്റെ റോസേ എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇസേമിയാക്കിന്റെ എനിക്ക് തോന്നുന്നു വേറെയാണ് കൂടുതലും. ഈ റോസേ അധികം ഹിറ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിന്റെ ഒരു സിൽവർ ബോട്ടിൽ ഉണ്ട്. അതാണ് എല്ലാവർക്കും ഭയങ്കര ഇത്. അതും ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം തോന്നി വെച്ചാൽ റോസ് സ്മെൽ. ഈ റോസ് ഭയങ്കര ഇഷ്ടം. ഫ്ലവേഴ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റോസ് ആണ്. അങ്ങനെ അപ്പൊ റോസിന്റെ ശരിക്കും ഇതൊരു പിടിക്കുന്ന പോലെ റോസ് ആണ് അതിന്റെ നോട്ട്സ് മെയിൻലി. പിന്നെ ആഡഡ് ഒരു ചെറിയ വാനില സെന്റും ഉണ്ട്, ഒരു വുഡി സ്മെല്ലും ഉണ്ട്. പക്ഷെ റോസ് ആണ് മെയിൻ ആയിട്ടും അതിന്റെ. റോസ് കൊള്ളാട്ടൊന്നുമില്ല പ്രശ്നമാണ്. നീ എനിക്ക് തോന്നുന്നു തീർന്നു ഇല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ട്, കുഞ്ഞതും കൂടെ. അത് ഹുഗോ ബോസിന്റെ റെഡ്. ഹുഗോ ബോസ് അതൊരു ഫേമസ് ബ്രാൻഡാണ്. ഹുഗോ ബോസിന്റെ ഡീപ്പ് റെഡ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഇതും അടിച്ചടിച്ച് എനിക്കൊന്നും ഇത്രേ ഉള്ളൂ. ബാക്കി ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്രേ ഉള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഇത് എന്റെ ഡിഫറെന്റ്, മിക്കതും ഡിഫറെന്റ് സെന്റ് ആണ് എല്ലാത്തിന്റെയും. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഭയങ്കര ഇതല്ല, ഭയങ്കര റിഫ്രഷൻ ഫീലിംഗ് ആണ്. ഒരു മൈൽഡ് സ്മെല്ലാണ് ഇത്. നീ ഇവിടെ എന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിതിനെ കണ്ടല്ലോ ഞാൻ. കുഞ്ഞത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. ഇത് ആക്ച്വലി സെഫോറയിൽ ഇങ്ങനെ ഒരു കുറേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരുമല്ലോ. ഇത് ഡിയോറിന്റെ ഹോം എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇത് ആണുങ്ങളുടെയാണ്. ഇത് ഞാൻ ആക്ച്വലി വെക്കാൻ കാരണം ഇത് സ്മെൽസ് ലൈക്ക് ഡാഡ്. ശരിക്കും ഡാഡിന്റെ സ്മെല്ലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ശരിക്കും എനിക്കൊരു മെമ്മറിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് എപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. ശരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ എടുത്ത് അടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ശരിക്കും മിസ് ചെയ്യുമ്പം ചെയ്യാറുണ്ട്.
മെൻസ് പെർഫ്യൂമാണ്. പക്ഷെ മെൻസിന് അത് അടിപൊളി ഒരു പെർഫ്യൂമാണ്. ഓക്കെ, സോ അതാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ. അപ്പൊ ഇത്രയാണ് ചേച്ചിയുടെ പെർഫ്യൂം കളക്ഷൻ. ഇത് ഒരു എനിക്കൊന്നൊരു 10-11 പെർഫ്യൂം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയാണ് ചേച്ചിയുടെ പെർഫ്യൂം കളക്ഷൻ. അപ്പം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നതല്ല. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഏതാണ്? അത് ഓബിയസ്ലി ലത്താഫ യാറയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം. ബിക്കോസ് എനിക്ക് ഡെയിലി വെയറിന് പറ്റിയ ഒരു പെർഫ്യൂമാണ്. പിന്നെ വാനിലയാണ്, അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ലത്താഫ യാറ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി ആർക്കെങ്കിലും ഒരു പെർഫ്യൂം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏത് പെർഫ്യൂം പ്രിഫർ ചെയ്യും? ചേച്ചിയുടെ ഇഷ്ടം അനുസരിച്ചല്ല, ബട്ട് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നി നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഇത് നല്ലതാണ്, ഡോൾസ് ആൻഡ് ഗബാമയുടെ ലൈറ്റ് ബ്ലൂ, മറ്റേ സിട്രസ് സ്മെല്ലുള്ള ലൈറ്റ് ബ്ലൂ, അത് അടിപൊളിയാണ്. പിന്നെ വാലന്റീനോ, ഓബിയസ്ലി വാലന്റീനോ അടിപൊളിയാണ്. ഇതാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ ചേച്ചി എപ്പോഴും കാണാറുള്ള സംബന്ധിച്ച് ചേച്ചി ഓഫീസിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും തിരിച്ചു വന്നാൽ അതേ സ്മെല്ല് അതേപടി തന്നെ കാണും. അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇത് വരണമെന്നില്ല. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. അതിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ പ്രത്യേകിച്ച്? എന്റെ പെർഫ്യൂംസ് എപ്പോഴും ഒരു 4 സ്റ്റെപ്പ് ആണ് ശരിക്കും പറഞ്ഞു പോലെ തന്നെ. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസ് ചെയ്യും, അത് കഴിഞ്ഞ് ബോഡി ഓയിൽ യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ബോഡി മിസ്റ്റ് യൂസ് ചെയ്തിട്ട് പിന്നെയാണ് പെർഫ്യൂം അടിക്കുന്നത്. മനസ്സിലല്ലേ വെറുതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ എന്ന് പറയുന്നത് ഈ ഓലയുടെ വൈറ്റമിൻ സി ആണ്. ഇത് ഇത് അപ്ലൈ ചെയ്യും. ഇത് നമ്മള് സാധാ മോയ്സ്ചറൈസർ തേക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ ഫുള്ള് ചെയ്തിട്ട് ഞാൻ ശരിക്കും ഈ 2 റിസ്റ്റിന്റെ ഇവിടെ, ഈ എൽബോന്റെ ഈ ജോയിന്റ്, നെക്കില്, പിന്നെ ഇയറിന്റെ ബാക്കില്, ഈ ഇത്രയും പോയിന്റ്സിലാണ് ഞാൻ മെയിൻ ആയിട്ടും പെർഫ്യൂം അടിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ശരിക്കും മോയ്സ്ചറൈസ് ചെയ്യും. 1 2 3 4 5 6 7 8. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബോഡി ഓയിൽ, ഞാൻ യൂസ് ചെയ്യുന്ന വാസലിന്റെ കൊക്കോറീഡിൻ എന്ന് പറഞ്ഞ ബോഡി ഓയിലാണ്. നല്ല, ഇതിനും ഒരു സ്മെല്ലുണ്ട് ശരിക്കും പറഞ്ഞാൽ, ലൈറ്റ് ഒരു സ്മെല്ല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബോഡി മിസ്റ്റ്, ഇത് യൂസ് ചെയ്യും. ഇത് എല്ലായിടത്തും ഇതേയും പിന്നെ എക്സ്ട്രാ ഒരു 2 പമ്പ് കൂടെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പെർഫ്യൂം അടിക്കുന്നത്. പെർഫ്യൂം ജസ്റ്റ് ഒരു സ്പ്രേ മാത്രമേ, ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഇവിടെ സ്പ്രേ ചെയ്തിട്ട് ഞാൻ ചിലപ്പം അമ്മയൊക്കെ ഇങ്ങനെ സ്പ്രേ ഇങ്ങനെ ചെയ്യരുത്. അത് ശരിക്കും ആ പെർഫ്യൂമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടിക്കണം, ഇവിടെ അടിക്കണം. ഒരിക്കലും ഇതിങ്ങനെ ഒരയ്ക്കാൻ നിൽക്കരുത്. പെർഫ്യൂം വാങ്ങുന്ന മാത്രം പോരാ, അതിന്റെ കൂടി ഈ സാധനങ്ങളും കൂടെ വാങ്ങണം. പിന്നെ ഈ സാധനം ഞാൻ ഓബിയസ്ലി കാൻഡയിൽ ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കയ്യിൽ അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസ് എങ്കിലും കാണുമായിരിക്കും. ബോഡി ഓയിൽ വേണം, ഓക്കെ ബോഡി ഓയിൽ വേണ്ട, ഓക്കെ ഫൈൻ ബോഡി ഓയിൽ വേണമെന്നില്ല, ബോഡി മിസ്റ്റും വേണ്ട. ഈ 2 സ്റ്റെപ്പ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. പെർഫ്യൂം മാത്രം മതി. പെർഫ്യൂം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഡ്രൈ ആയിരിക്കില്ല, ഒരിക്കലും ഡ്രൈ സ്കിന്നിലേക്ക് പെർഫ്യൂം അടിക്കില്ല. മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനൊന്നും ഉത്തരം പറയില്ല. എനിക്ക് ഇങ്ങനെയാ ഞാൻ ചെയ്യുന്നത്. എനിക്ക് വൈകുന്നേരം വരെ എനിക്ക് പെർഫ്യൂം നിൽക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് എന്റെ പെർഫ്യൂം വീഡിയോ. സോ ഇത്രേ ഉള്ളൂ. ഇത് കുറെ ഉണ്ട്, ഇത്രേ ഉള്ളൂ. ഇപ്പൊ പറയാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ പെർഫ്യൂം കളക്ഷൻ. അപ്പം വൈൻഡപ്പ് ചെയ്യാല്ലേ നമുക്ക് വീഡിയോ. അപ്പം ഇത്രയും ഉള്ളൂ പെർഫ്യൂം കളക്ഷൻ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.